ഇന്നൊരു ചെറിയ ഷോപ്പിങ്ങിന് പോവാണ്. ഷോപ്പിംഗ് എന്ന് വെച്ചാൽ ഒരു ചെറിയ സ്ട്രീറ്റ് ഷോപ്പിംഗ്. ഇവിടെ അടുത്തായിട്ടൊരു മേള വന്നിട്ടുണ്ടായിരുന്നു. കുറേ നാളായി പോകണമെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ ഇതുവരെ നടന്നില്ല. എന്നാൽ പിന്നെ ഇന്നാട്ടെ എന്ന് കരുതി. ഇന്നാണെങ്കിൽ മോള് വീട്ടിലുണ്ടായിരുന്നു. മോൾ ഇന്ന് സ്കൂളിൽ പോയില്ലായിരുന്നു, ചെറിയ പനിയൊക്കെ അടിച്ച്. എന്നാൽ അവൾക്കും ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ എൻ്റെ സിസ്റ്ററിനെയും കൂട്ടി ഇറങ്ങി. സിസ്റ്റർ മിക്കവാറും എൻ്റെ കൂടെ തന്നെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഞാനും എൻ്റെ സിസ്റ്ററും ഒരേ സൊസൈറ്റിയിൽ തന്നെ 2 ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിക്കവാറും എന്തെങ്കിലും ഇങ്ങനെയുള്ള കാര്യത്തിൽ എനിക്ക് എൻ്റെ സിസ്റ്ററിനെയും കൂട്ടി പോകാമല്ലോ. ഇങ്ങനെയുള്ള കാര്യത്തിൽ ഞാൻ മിക്കവാറും സിസ്റ്ററിനെ കൂട്ടി തന്നെയാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ആ ഷോപ്പിലെത്തി. അവിടെ എത്തിയപ്പോൾ പിന്നെ കാര്യം പറയണ്ടല്ലോ. ഗംഗ അല്ലിയുടെ ആഭരണങ്ങൾ കണ്ട പോലെ അത് വേണോ ഇത് വേണോ, ഞാൻ ഇതെടുക്കട്ടെ അതെടുക്കട്ടെ, അങ്ങനെ കുറേ കൺഫ്യൂഷനായിട്ട് ഈ കുറേ 2-3 കപ്പൊക്കെ എടുത്തു. ഇങ്ങനെ എനിക്കൊരു ചെറിയ ക്രോക്കറി ഭ്രാന്തുള്ളത് കൊണ്ട് ചിലതൊക്കെ എടുക്കാൻ തോന്നി. എന്നാലും ഇങ്ങനെ കുറേ സാധനങ്ങളിങ്ങനെ ഒരുമിച്ച് കണ്ടപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇതിലെ ഹാർട്ട് ഡിസൈൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട്. ഇതിൻ്റെ കളറും റെഡ് കളർ ഇതൊരു ക്രിസ്മസി വൈബ് പോലെ എനിക്ക് തോന്നിയത്. ക്രിസ്മസ് ഒക്കെ വരുമല്ലേ, അപ്പോൾ നമുക്കിത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാമല്ലോ, അങ്ങനെയൊക്കെ വിചാരിച്ചെടുത്തതാണ്. വിലയൊന്നും അങ്ങനെ നോക്കിയതൊന്നും ഇല്ല, പക്ഷെ എന്നാലും എനിക്ക് റീസണബിളായിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നെ ആ പാത്രം എടുക്കണോ ഈ പാത്രം എടുക്കണോ, ഇതിലൊക്കെ ചെറിയ ഡിസൈൻ, അങ്ങനെ ആ പാത്രം എടുക്കണോ ഈ പാത്രം എടുക്കണോ, അങ്ങനെ മൊത്തത്തിൽ കൺഫ്യൂഷൻ. ഈ ഹാർട്ട് ഡിസൈനിലുള്ള പാത്രങ്ങളിലൂടെ എന്തോ ഒരു അടങ്ങാത്ത ആവേശം എന്നൊക്കെ പറയുമല്ലോ. ഇതൊക്കെ നമ്മൾ വീഡിയോസിൽ കുറേ കണ്ടിട്ടുണ്ടെങ്കിലും ആമസോണിൽ കുറേ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കാണുമ്പോൾ ഉള്ള ഭംഗിയുണ്ടല്ലോ, അത് ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാലും എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ ഹാർട്ട് ഡിസൈനിലെ പാത്രം, ഞാനും എടുത്തേക്കാന്ന് വെച്ചു. അങ്ങനെ ആ പാത്രം മേടിക്കാമെന്ന് വെച്ചു. ഇതൊരു കപ്പും സോസറും പോലെയുള്ളൊരു പാറ്റേണാണ്, പക്ഷേ ഒരു ഇത്തിരി വലിയത് സൈസിൽ. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു സ്നാക്ക് ബോളായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം, വേണമെങ്കിൽ കപ്പ് സോസറായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ കുറേ പാത്രങ്ങൾ നോക്കി. ഈ പിങ്ക് പാത്രം അതിൻ്റെ തന്നെ ഹാർട്ട് ഡിസൈനിലുള്ള പാത്രമാണ് എനിക്കിഷ്ടപ്പെട്ട്. എന്നാലും ഞാൻ വിചാരിച്ചു ഇനി പിന്നൊരു ദിവസം എനിക്ക് നോക്കാം, എല്ലാം കൂടി മേടിച്ചാൽ എങ്ങനെയാണ്. അങ്ങനെ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ മേടിച്ച്. ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു ചെറിയ ഡിസൈൻ. അങ്ങനെ പാത്രങ്ങളൊക്കെ മേടിച്ച് ഭയങ്കര സന്തോഷമായിട്ട് തിരികെ വീട്ടിലേക്ക്